ഇന്നത്തെ കണി കൊള്ളാം. ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ച് നോക്കിയാലോ. കാണല്ലേ. ആരാണ് നീ? എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്കൊട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സ് നിന്റെ മനസ്സ്. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് ഫ്രീയാ. നമുക്കിന്ന് എൻജോയ് ചെയ്യണം. ആരെങ്കിലും കണ്ട വളരെ ബോറാട്ടോ. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇടറാ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ട ഈശ്വര. ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ വല്ല കണ്ടിരുന്നെങ്കിൽ. എന്താണ്ട് അതിന്റെ എഞ്ചിൻ കാണുന്നില്ലേ? എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം. പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയേറ്ററിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കിൽ ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യണ്ടേ? ചേച്ചി വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഫോഴ്സിൽ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്കാ. കേരള വണ്ടിയിൽ അമ്മച്ചി ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴിയിട്ടെങ്കിലും ആരോ പറഞ്ഞത്. ആരോ അല്ല, ഞാനാ പറഞ്ഞു. എന്നെ തള്ളേ. ഓക്കെ കണ്ടിന്റെയൊക്കെ കറക്റ്റല്ലേ? ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മം. ഇതെന്നെ തെരിയുമാ? ലഡു അല്ലേ? ജിലേബി അല്ലേ? പഴംപൊരി. இந்த மாதிரி ஒரு ஹஸ்பண்ட் இந்த உலகத்துல யாருக்குமே கிடைக்காது. ஆமா, யாருக்கும் கிடைக்காது. ஏன்னா காலையில போன மாதிரி இருக்கான்னு பாத்துக்கிறேன். சந்தனம் குங்குமம் பியூட்டிஸ் போட்டு அப்படி இருக்குண்ணா. அப்பா அம்மா வந்தா முறுக்கு சீடை அச்சப்பம் எல்லாம் கொண்டு வந்திருக்கு. அப்பா ஆபீஸ் வரலையா? வந்தாச்சு. என்ன சொன்னார்? ஓ, என்ன அருமையான பொண்ணை கண்ணு போல பாக்கணும். எங்க அப்பா நல்லவர். വളരെ നല്ലവർ. அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் தெரியுமா? ഇനി എന്താണോ കൊണ്ടുവന്നേക്കണേ? வாங்க, நான் காமிச்சு தரேன். வாங்க. എന്ത് മാരനാണാവോ? யாரையில பார்த்தது? ஐயே, பாத்தீங்களா இருக்கு. என்ன நீங்க பீடி பிடிச்சிருக்கீங்களா? இல்லடா, நிஜமா நான் பீடி பிடிக்கல. ஆமாடா, பொய் சொல்றேன். எனக்கு பீடி ஸ்மெல் நல்லா தெரியும். ருக்கு, എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് ചൊല്ലിയാച്ച് പല്ല് വേദനയ്ക്ക് ரொம்ப നല്ല മെഡിസിൻ സിഗരറ്റ് വലിക്കൂ. അതാ ഞാനൊരു സിഗരറ്റ് വലിച്ചേ. அப்படியா? அப்படின்னா நான் ஒண்ணு சொல்றேன். இனிமே நீங்க பீடி குடிச்சீங்கன்னா நான் உங்களை அடிக்கவே மாட்டேன். நல்ல பொண்ணு. ஆனா கொன்னிடுவேன், ஜாக்கிரதை. 1999, 2000, 2001, 2002 മതിയാ. ഇനി എനിക്ക് എന്നാ അറിഞ്ഞൂടാ. ഇനി സംഖ്യയില്ല. ഓ, ഇനി വേറെന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് പറഞ്ഞാ മതി. ഓ, സമ്മതിച്ചു. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. എന്നാലും അതിൽ അധിക ചെലവല്ലേ രേണു? ചെലവ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ അപ്പേട്ടാ? പക്ഷെ ഇത് ജീവിത ചെലവല്ലല്ലോ, ജീവിത പ്രകടന ചെലവല്ലേ? കൊറേയൊക്കെ പ്രകടിപ്പിക്കണം, എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവും. സ്റ്റാറ്റസ്? നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഒരു രണ്ടാം വിവാഹ വാർഷികാഘോഷം, വേറെ പണിയില്ല. അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട. ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം.
നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. വാർഷികോ ആഘോഷോ എന്താ അറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തു കളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നു മതി. അപ്പൊ പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ, ഈ വണ്ടിക്ക് സ്പീഡില്ല, വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങിയേ. എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ. അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി വിളിച്ചു വന്നാലോ? ടാക്സി. ഏകാന്തതയുടെ അപാരതീരോ. പാട്ട് പാടിയിട്ട് തന്നെ പേടിയാവും. എന്ത് കോലം കണ്ടില്ലേ? കോലോ? ഇതെന്ത് കോലം? പേക്കോലം. ഞാൻ പറഞ്ഞത് ഈ കോലത്തിന്റെ കാര്യമാ. അല്ല, രാവിലെ എങ്ങോട്ടാ? എന്റെ സാറ് ഇന്ന് 1-ാം തീയതിയല്ലേ ഐശ്വര്യമായിട്ട് തണ്ടാ വന്നതാ. അത് കണ്ടപ്പോ മനസ്സിലായി. എന്തിനെങ്ങനെ ചോദിക്കണ സാറേ? ഉള്ളതങ്ങ് തന്നാ പോരെ. ഇവിടെ ഒന്നുമില്ല. എന്റെ സേട്ടാ, പിച്ചത്തരം പറയരുത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് നേരത്തെ ആരോന്ന് ചോദിച്ചാലും അല്പം പച്ചവെള്ളമെങ്കിലും കൊടുക്കും. ഒന്ന് പോടോടുന്നു. പോകാ പറയാ താനാരാ? ഇവിടുത്തെ മുതലാളിയോ? എടോ, വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. ചെന്ന് മുതലാളി വിളിക്കണ്ടോ? ചെല്ലി. അല്ല പൊടി. ஐயோ கிருஷ்ணா, வருவாருப்பா சாமி. ஐயோ சாமி, உள்ள வாங்க சாமி. சாமி உள்ள வாங்க. അമ്മയാണവൾ. എരുമേണ ഉള്ളന്നോ? ഇത് ഞാൻ പൊണ്ടാട്ടിടാ. சாமி வாங்க. ருக்கு, എന്നാ ഇത്? ഇവൻ പിച്ചക്കാരണ്ടി. ஐயோ ஐயோ, அப்படியே சொல்லாதீங்க. சரி வாங்களே. என்ன விஷயம்? ஒரு நிமிஷம். It's all right. ஐயோ, உங்களுக்கு இதானது தெரியாதண்ணா? ஒரு பெரிய காஸ்காரன் வீட்டுல கடவுள் வேஷம் மாதிரி பிச்சைக்காரன் மாதிரி வந்து தர்மம் கேட்டான். இந்த காஸ்காரன் கடவுளுக்கு ஒண்ணுமே கொடுக்கலன்னா ஒரு சாமி அப்படியே போய் அடுத்து பாகப்பட்ட வீட்டுல போய் தர்மம் கேட்டான். அந்த ஆள் உட்கார வச்சு சாப்பாடு அத்தை இது எல்லாத்தையும் கொடுத்துட்டான். சாமி அப்படியே சந்தோஷப்பட்டு அஷ்ட ஐஸ்வர்யங்களே அந்த ஆளுக்கு அடி வாடி வழங்கினான்னா, அந்த மாதிரி இந்த பிச்சைக்காரனும் கடவுள் தானா? இந்த பிச்சைக்கார மேல ரொம்ப ஸ்மெல் இருக்கு. இவன் கடவுள் அல்ல, கடவாவல். ஐயோ அப்படி இல்ல, இல்லாதீங்கண்ணா. சாமி நீங்க உள்ள வாங்க. Thanks. வாங்க. உள்ள வாங்க. உள்ள வாங்க. உள்ள வாங்க. ஐயோ கீழ சோஃபா மேல உட்காருங்க. அண்ணா நீங்க சாமி பக்கத்துல உட்காருங்க. இது நான் சொல்றது சொல்றத கேளுங்களேன். சாமி நான் சாப்பாடு எடுத்துட்டு வரேன். എന്താ പേര്? കാതലൻ. അയ്യോടാ, രാജകുമാരൻ ഇടായിരുന്നില്ലേ? ചിരിക്കലേ പേടിയാവണു. പല്ല് കേൾക്കാറില്ലല്ലേ? അല്ല സേട്ടാ, സേട്ടൻ ദന്ത ഡോക്ടറാ? ഡെന്റിസ്റ്റാ? എന്താ? അല്ല സേട്ട എപ്പോഴെന്റെ പല്ലിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു. അതെന്റെ പല്ല്. ஏன்னா கடவுளுக்கு ஒரு இங்கிலீஷ் படம் போட்டு கொடு. ബിഎഫ് എടുക്കാ? ബീഫ് ഇടാരും കഴിക്കാറില്ല. അതല്ല സേട്ടാ, ബിഎഫ് ബ്ലൂ ഫിലിമിന്റെ കാസറ്റ്. ருக்கு, உன் கடவுள் என்ன கேக்குறான்னு தெரியுமா? വായന്ന് കൈ കൊടുക്കും. വിരലിട്ട് ഛർദ്ദിപ്പിക്കാൻ നോക്കണം വൃത്തിയോടെ. അഭിഷ്ടു. പട്ടി കൈയൊക്കെ തുപ്പി വൃത്തിയേടാക്കി. നാളെ കഴുകാം. இதுக்கு முன்னாடி பெரிய பாத்திருக்கியா? அப்படின்னா இந்த பாலை எடுத்துட்டு போய் முன்னாடி குடுத்துட்டு வந்துருன்னு அங்க சாமி வந்திருக்கு. சாமி இருந்தா குடு. நான் இதை எடுத்துட்டு வந்துடுறேன். கடவுளே, நம்ம என்ன புண்ணியம் பண்ணிருக்கோம் சாமி. சும்மா நிக்காத, கும்பிட்டுட்டே நில்லுன்னா. എന്താ പേര്? ശാന്ത. സ്വീറ്റ് നെയിം. വയസ്സെത്രേ? 16. നല്ല പ്രായം. சாமி ஸ்வீட் சாப்பிடுங்க சாமி. நல்லா இருக்கட்டும். ஐயோ, ஐயோ சாமி, என்ன பசியா இருக்குன்னு பாரு சாந்தா. சாப்பிடுங்க. ഇന്നത്തെ കണി കൊള്ളാം. ഇന്ന് കുറെ വീട് കേറണം. சாமி குருவாயிருப்பா, எங்களை மட்டும் காப்பாத்துப்பா.